നാം की महिमा हो। ഇന്ന് രാവിലെയും ദൈവസന്നദ്ധിയിൽ വന്ന് സ്തോത്രം ചെയ്യുവാൻ ദൈവം ഒരുക്കിയ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തു. आज सुबह भी परमेश्वर के चरणों में आकर परमेश्वर को धन्यवाद करने के लिए मिला हुआ अवसर के लिए मैं प्रभु को धन्यवाद करता हूँ। രാവിലെ നിങ്ങളുടെ എല്ലാ മുഖം ഒന്ന് കാണുന്നത് വലിയ സന്തോഷം. गौर को सभी का चेहरा देखना बहुत आनंद की बात है। മുഖം കണ്ട് ശുശ്രൂഷിക്കുന്നത് ശുശ്രൂഷകന്മാർക്ക് വലിയൊരു സന്തോഷം ഉണ്ടാവും. आप लोगों के चेहरे देख के जो सेवकाई करते हैं सेवक लोगों के लिए बहुत आनंद की बात है। അവരുടെ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതുമായ മുഖം കാണുമ്പോൾ വലിയ ആനന്ദമാണ്. अरे एक लोगों का जो हंसते हुए और आनंद करते हुए चेहरा देखिएगा तो वो बहुत खुशी की बात है। ഞാൻ ഒരു ഓൺലൈനിൽ വന്നാല് വീഡിയോ ഓഫ് ചെയ്യാതെ ഞാൻ അതിന്റെ അവസാനം വരെ ഇരിക്കും. मैं अगर ऑनलाइन मीटिंग में आता है जो वीडियो ऑफ नहीं करते हुए आखिरी समय तक बैठ जाता है। എനിക്ക് ചില കാര്യങ്ങളിൽ ചില ചിട്ടകളുണ്ട്. मुझे कुछ बातों में ऐसा कुछ जबरदस्ती രീതി റിവാജ് കർത്താവിന് സ്തോത്രം. സജി പാസ്റ്ററും നന്നായി പാടുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ നോർത്താൻ റീജിയന്റെ കൺവെൻഷൻ അദ്ദേഹം ഒരു പ്രാവശ്യം ലീഡ് ചെയ്യുന്നത് കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. എന്റെ മക്കളെ ഞാൻ വിളിച്ചു പറഞ്ഞ കാര്യം. सजी पास्टर का जो आराधना है बहुत अच्छा लगा है क्योंकि एक बार नॉर्थ ईस्ट कन्वेंशन में आराधना चलाते हुए लीड करते हुए मैं देख के मेरे बच्चों को भी मैं बोल के बता के दिया है कि उनके आराधना के बारे में। ഈ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഇങ്ങനെ പാടി സന്തോഷിക്കുമ്പോൾ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാവും. इस प्लेटफॉर्म में आकर वो गीत गा के आनंद करने के समय हृदय में बहुत बड़ी आनंद होती है। അപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും അടുത്തിരിക്കാവുന്ന ഒരു എന്തൊരു സന്തോഷം ഉണ്ടാവുമെന്ന്. मैं कभी ये सोचेगा कि वो सामने बैठे हुआ तो कितना आनंद की बात होगा। എന്നാ ഭാഷ എന്നോട് ക്ഷമിക്കണം ഒരു കാര്യം പറയുന്നത്. पास्टर मुझसे क्षमा करना, मैंने एक बात बोलते हैं ഈ കൈകളെ തട്ടുക എന്നുള്ള വാക്ക് കാണണം. അത് ബൈബിൾ വാക്കല്ലത്. കൈകളെ തട്ടുക. हाथों को जैसे बजाना बोला जो शब्द है वो बाइबल का शब्द नहीं है। ഒരു വേർപാടുകാരൻ എഴുതിയ ഒരു പാട്ടുണ്ട്. എം ഇ ചെറിയ സാറാന്ന് തോന്നുന്നു. കൈത്താളനാഥം അത്രേ ശക്തിയായി മുഴങ്ങിയിടട്ടെ സാത്താൻ നടുങ്ങിടട്ടെ ഹോശന്. तालियां बजाने की आवाज जो बढ़कर आने दे वो शैतान के शक्तियां हिलने दे होशाना करके एक गीत है। കൈത്താളം അടിച്ചാൽ നല്ല രീതിയിൽ അത് സങ്കീർത്തനക്കാരനും പറഞ്ഞിട്ടുണ്ട്. ഈ കൈത്താളം അടിക്കാനായിട്ട് ഒരു ഗ്രൂപ്പിനെ ആക്കിയിട്ടുണ്ടായിരുന്നു. जब संगीत वाला भी कहता है ये तालियां बजा के आवाज कराने के लिए एक झुंड को खड़ा किया हो। ഈ എന്റെ ജീവിതത്തില് ഞാനും ചെയ്തിട്ടുണ്ട് ഈ നല്ല വസ്ത്രധാരണ ധരിച്ച് ദൈവസന്നിധി വരണമെന്ന്. मैं भी ऐसा चाहता हूं कि अच्छे से वस्त्र पहन के परमेश्वर के चरणों में आना। ഞാന് ഒരു സ്ഥലത്ത് പേര് പറയും. ഒരു സ്ഥലത്ത് കർത്താവിന്റെ വേലയിൽ സഭാ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോഴ് एक जगह में मैं परमेश्वर का सेवकाई करने के समय ഒരു വലിയ ധനികയായ ഒരു കുടുംബത്തില് വലിയ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരു വീട്ടില് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. एक बड़ा धनी व्यक्ति है, उनके जो बड़े पद में बैठने वाला है उनके घर में प्रार्थना के लिए मैंने गया। എന്റെ വിശ്വാസി അവര് मेरे कलीसिया के विश्वासी है। വർത്താനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നിന്ന് പറഞ്ഞ് അടുത്ത് കിടന്ന ഒരു തുണിയെടുത്ത് തലയിലിട്ടു പെട്ടെന്ന്. जब प्रार्थना बातें करने की बाद प्रार्थना के लिए तैयार हो गया तो उसने सामने पड़ा हुआ एक कपड़ा उठा के सिर पे डाल दिया। അപ്പം പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പം ഈ അമ്മാമ്മയുടെ തലയിൽ കിടന്ന തുണി അവരുടെ ബ്ലൗസ് ആയിരുന്നു. मैंने जब प्रार्थना होने के बाद आंख खोल के देखा तो ये देखा है कि उनके सिर पे जो डाला हुआ उनका ब्लाउज था। ഞാൻ ചോദിച്ചു അമ്മാമ്മ ഇതെന്താ ഹെഡ്ഫോൺ ആണോ എന്ന് ചോദിച്ചു. ഹെഡ്ഫോൺ ഇങ്ങനെ തലയിൽ വെക്കുന്ന അതാണോ എന്ന് ചോദിച്ചു. मैंने उनको पूछा अरे ये हेडफोन है क्या पूछा। അന്ന് നിർത്തിയത് അമ്മാമ്മ. അത് പിന്നെ മേലാൽ അത് ചെയ്തിട്ടില്ല. हाँ उसने उसी दिन वो बंद कर दिया। उसके बाद तो उन्होंने ऐसा नहीं करता। ഞാൻ തൃശ്ശൂർ ശുശ്രൂഷിക്കുമ്പോൾ ഒരു വീട്ടിൽ അത് പള്ളിക്കാരാ. അവരെ വീട്ടിൽ ചെന്നറിഞ്ഞ് അവരെ പിന്നെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാ. അവർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് നിന്നു.
जब मैं त्रिशूर में मैंने एक जगह में प्रार्थना के लिए गया था। उनके घर में जाने की समय प्रोफेसर था, उनके घर में प्रार्थना करने के लिए गया तो उसने प्रार्थना है करके बोले तो ऐसा खड़ा हो गया। അപ്പൊ അവര് പിന്നെ പ്രാർത്ഥിക്കാൻ അങ്ങനെ നിന്ന് പ്രാർത്ഥന കഴിച്ചപ്പോ ഞാൻ ചോദിച്ചു, മൂടുപടം സ്ത്രീകൾക്ക് ആവശ്യമാ, എന്താ ഇങ്ങനെ നിന്നതെന്ന് ചോദിച്ചു. जब प्रार्थना होने के बाद मैंने उन्हें पूछा, जो स्त्री लोग सिर पे कपड़ा डालना ये बाइबल का नियम है, आप क्यों नहीं डाला करके पूछा। അപ്പൊ ചില കാര്യം അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഒരാള് വന്ന് കോളിംഗ് ബെൽ അടിച്ചു, ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെ വന്ന് കതവ് തുറക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. ऐसा उनके बारे में कुछ बात करने की बात मैंने ये बोला है कि अगर आप जब बाथरूम के अंदर ना रहा है, कभी कोई आके बेल बजाया, आप वैसा ही उसी वस्त्र में आके दरवाजा खोलेंगे क्या पूछा। അപ്പൊ അവരെ പിന്നെ ഒരു കല്യാണ സ്ഥലത്ത് വെച്ച് അവരെ കണ്ടു. एक शादी के घर में मैंने उन्हें देखा। കയ്യും കൂപ്പി എന്നോട് വന്ന് ക്ഷമ പറഞ്ഞു, അന്ന് അങ്ങനെ അങ്ങനെ തലേ തുണി ഇടാതെ പ്രാർത്ഥിക്കാൻ നിന്നതിന്. उसने हाथ जोड़ के मेरे से माफी मांगा उस दिन, ऐसा जो सिर पे कपड़ा नहीं डाला हुआ प्रार्थना में खड़ा हुआ है उस विषय के बारे എനിക്ക് में। വസ്ത്രം ധരിക്കുന്നതിൽ വളരെ ചിട്ടക്കാരനാ, ഞാൻ ചിട്ട ധരിക്കുന്ന ആളുള്ള ആളാ. हाँ, मैं जैसा कपड़ा पहनने के उसी में बहुत स्ट्रिक्ट है, बहुत रीति रिवाज में। നമ്മൾ വരുന്നത് മഹാരാജാവിന്റെ മുന്നിലാ വരുന്നത്. हम जो आता है महाराजा के सामने आता है। കളറിൽ വലിയ പ്രാധാന്യതയുണ്ട്. കളറിൽ कलर में भी बहुत इम्पोर्टेंट है। അപ്പൊ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. वो सब हम बहुत ध्यान देना जरूरी है। ഇന്നലെ റാന്നി ഈസ്റ്റിന്റെ കൺവെൻഷന്റെ സമാപന ദിവസമായിരുന്നു റാന്നിയില്. कल रानी इसका कन्वेंशन का आखिरी दिन था। ശനിയാഴ്ച രാജു മേത്ര പാസ്റ്റർ പറഞ്ഞു, എല്ലാവരും വെള്ള ധരിച്ചു വരണമെന്ന് പറഞ്ഞു. शनिवार को राजू मद्रा पास्टर ने बोला सभी लोग सफेद कपड़ा पहन के आना है। ഇപ്പൊ വെള്ള ധരിക്കുന്നതിന് പ്രാധാന്യതയുണ്ട്. जैसा सफेद पहनना उसके लिए बहुत बहुमूल्य है। നിന്റെ വസ്ത്രം വെള്ളയായിരിക്കട്ടെ എന്ന് ബൈബിൾ വാക്കുണ്ട്. तुम्हारा वस्त्र सफेद ही होना है करके परमेश्वर के वचन करते हैं। ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മള് പെന്തക്കോസ്ത് സമൂഹം പിന്നെ അംഗീകരിക്കേണ്ടതായ ചില കാര്യങ്ങൾ അതിന്റെ മൂല്യം നഷ്ടപ്പെടുന്ന കാലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. हमें ऐसा कई सारी बातें हैं पेंतकोस्त लोग मानना जरूरी है, क्योंकि उनका जो मूल्य नष्ट होने का समय में हम आ पहुंचे हैं। എന്റെ വചനം കേൾക്കാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക ആയതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞ് അവസാനിക്കാം. मेरा वचन सुनने के लिए आप इंतजार में है, इसलिए मैं इतना ही बोल के यहाँ खत्म करता हूँ। ഇന്നലെ ഞായറാഴ്ചയായിരുന്നു നമ്മുടെ എബൻസൺ സാറ് പ്രസംഗിച്ച ആ ദൈവവചനം ഞാൻ ഇന്നലെ വൈകിട്ട് യൂട്യൂബിൽ കൂടെ കേൾക്കാനിടയായി. कल संडे था, बंसन पास्टर बोला जो वचन है, कल मैं शाम को यूट्यूब से सुनना पड़ा। അത് യൂട്യൂബിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇന്നലെ വൈകിട്ട് അത് കേട്ടു. എന്റെ മക്കളെ കടക്കാര് പിടിച്ചുകൊണ്ട് പോകുന്നു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു തരും. जैसे यूट्यूब में हो पड़ा है, इसलिए मैंने वो सुना है, मेरे बच्चों को जो कर्जदार में पकड़ के लेके जा रहा है, तू मेरे लिए क्या कर सकता है। അപ്പൊ അത് യൂട്യൂബിൽ ഇട്ടത് കൊണ്ടല്ലയോ ഞാൻ അതൊന്നുകൂടെ കേട്ടത്. तो यूट्यूब में डाला, इसी कारण मैंने वह दोबारा सुनना पड़ा। ഇതുപോലെ നമ്മുടെ ശബ്ദങ്ങളൊക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് കേൾക്കാനിടയാവും. वैसा ही हमारा शब्द भी कौन सा भी समय में कैसा भी कई सारे लोग सुनने के लिए अवसर मिलेंगे। അപ്പോൾ ഇന്ന് എനിക്ക് ദൈവം തന്നതായ ഒരു വചനം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 29 മുതലുള്ളതായ വാക്യമാണ്. आज परमेश्वर मुझे दिया हुआ जो वचन है लूका का सुसमाचार 2 अध्याय 29 आयत से। നിന്റെ രക്ഷ എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഓർപ്പിക്കാനുള്ളത്. രക്ഷ, तुम्हारा जो उद्धार है उसी के बारे में मुझे कहना है। അതിന് മത്തായിയുടെ അതായത് ഒരു വാക്യം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. മത്തായി 1:21. मत्ती का सुसमाचार 1 अध्याय उसके 21 आयत में हम ऐसा पढ़ते हैं, അവൾ ഒരു മകനെ പ്രസവിക്കും, वह पुत्र जनेगी, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്
നീ അവന് യേശു എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു. और तो उसका नाम यीशु रखना, क्योंकि वह अपने लोगों को उनके पापों से उद्धार करेगा। അപ്പോൾ മനുഷ്യരുടെ പാപമോചനത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. तो मनुष्य के पाप का मुक्ति के लिए प्रभु यीशु मसीह इस दुनिया में आया है। പാപം മോചിക്കാൻ വന്നതുകൊണ്ട് നീ അവനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്നതായതുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. उन्हें पापों से उद्धार देने के लिए वो आया है, इसी कारण उन्हें यीशु नाम रखना। അവിടെ രണ്ട് വാക്ക് യേശുവിനെ കുറിച്ച് പറയുന്നത്, ഒന്ന് അവൻ രക്ഷകനാണ് എന്നുള്ളത്. यहाँ पर यीशु मसीह के बारे में दो बातें कहता है, उसमें से एक ये है वह उद्धार करता है। രണ്ടാമത് പറഞ്ഞത് 22-ാം വാക്യത്തിൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. और जो दूसरा 22वां आयत में कहता है, हमें जो परमेश्वर के वचन पूरा होने के लिए, देखो एक कुंवारी गर्भवती होगी और एक पुत्र जनेंगे और उसका नाम इमानुएल रखा जाएगा, जिसका अर्थ यह है परमेश्वर हमारे साथ। അപ്പോൾ ഒന്നാമത് പറഞ്ഞു അവൻ രക്ഷകനായതുകൊണ്ട് യേശു എന്ന് പേരിടണം. पहले उसने ऐसा कहा है कि वह उद्धार करने वाला है, इसी कारण उसका नाम यीशु रखना। രണ്ടാമത് പറഞ്ഞത് അവന് നമ്മോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഇമ്മാനുവേൽ എന്ന് പേരിടണം. दोबारा ये कहता है कि वो हमारे साथ रहने के कारण उसके नाम इमानुएल रखना। അപ്പോൾ കർത്താവ് രക്ഷകനുമാണ്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളാണ്. हमें प्रभु यीशु मसीह उद्धार करने वाला है, उसी समय हमारे साथ में भी रहने वाला है। ഇപ്പൊ നമ്മൾ വായിക്കാനെടുത്ത ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്ന് 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കണ്ടു. लूका का सुसमाचार 2रा अध्याय उसके 29 आयत में हम ऐसा पढ़ा है, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ये स्वामी अब तो अपने दास को अपने वचन के अनुसार शांति से विदा करता है। എന്നിട്ട് പറയുന്നത് ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാണ് കർത്താവായ യേശു. उसकी बात ये कहता है कि सब देश के जातियों को जो प्रकट करने वाला प्रकाश है यीशु मसीह। ഞാൻ ഈ വചനം പറയുമ്പോൾ നമ്മൾ സമ്മതിക്കണം, യഹൂദനൊഴികെ ബാക്കിയുള്ളവരെല്ലാം ജാതികളിൽപ്പെട്ടവരാണെന്ന്. मैं ये बातें कहने के समय ये बातें आप मानना है कि यहूदी लोग छोड़कर बाकी सारे लोग जातियां हैं। ഇപ്പൊ നമ്മളെല്ലാവരും ജാതികളുടെ കൂട്ടത്തിൽ എണ്ണിയതാ. हम सभी को जातियों के साथ गिना गया है। അപ്പോൾ ഈ ജാതികൾക്കുള്ള രക്ഷ വെളിപ്പെടുത്തുകയായിരുന്നു ദൈവത്തിന്റെ ഒരു ഉദ്ദേശം. तो ये जातियों के लिए उद्धार प्रकट करना है यीशु मसीह का एक उद्देश्य। എന്നിട്ട് പറഞ്ഞു, നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമായി उसकी बात कहता है, तुम्हारे जो लोग इस्राएल लोगों का महिमा के लिए നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. നിന്റെ രക്ഷ എന്റെ കണ്ണ്. तूने जैसे हमें सब देशों के लोगों के लिए तैयार किया हुआ जो उद्धार मैं देख लिया है। അപ്പോൾ യേശു ലോകത്ത് ജനിച്ചു. तो यीशु इस दुनिया में जन्म लिया। അതിന്റെ 22 മുതലുള്ള വാക്യത്തിലാണ് വ്യവസ്ഥ പ്രമാണം പറഞ്ഞിരിക്കുന്നത്. इसके 22वां आयत से उसकी व्यवस्था के बारे में लिखा है। അപ്പോൾ അത് ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞത്, 12-ന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞതനുസരിച്ചാണ് ഈ കുഞ്ഞിനെ ദൈവത്തിന് അർപ്പിക്കാനായിട്ട് അമ്മയപ്പന്മാര് യെരൂശലേമിൽ ചെന്നത്. जो लेवी व्यवस्था 12 का 8 में जो लिखा हुआ, उस व्यवस्था को पूरी करने के लिए इनके माँ बाप यरूशलेम कलीसिया में आया। അപ്പോൾ ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ 41 ദിവസം അശുദ്ധയായിരിക്കണം. 41 ദിവസം ആങ്കൊച്ചാണെങ്കിൽ. अगर एक स्त्री बच्चा जनेगी, वो एक लड़का होएगा तो 41 दिन तक वह जो अपवित्र होकर रहना है।
ഒരു പെൺകുഞ്ഞാണെങ്കിൽ 81 ദിവസം അശുദ്ധയായിരിക്കണം. अगर एक लड़की को जन्म देगा तो वो 81 डेज तक वह अशुद्ध होकर रहना जरूरी है। വിശുദ്ധമായ ഒന്നേലും ആ സമയങ്ങളിൽ തൊടരുത്. और जो पवित्र कोई वस्तु में वो छूने नहीं। ഒരു 50 വർഷത്തിന് മുമ്പ് നമ്മുടെ കേരളത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. 50 साल के पहले हमारे केरला में वैसे ही होते हैं। ഇപ്പൊ ഭർത്താവ് കട്ടിലേലിരിക്കുമ്പോഴേ ഭാര്യയ്ക്ക് പ്രസവിക്കാനോ ഇപ്പോഴത്തേത്? अभी का जो रीति रिवाज ऐसा हो गया है। കാലങ്ങൾ മാറിയതിന്റെ വ്യത്യാസമാ പറഞ്ഞത്. क्योंकि समय तो बदल गया, उसका बारे में कहता हूँ। അപ്പോൾ ഈ 41 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്മയായ മറിയ യോസേപ്പും കൂടി കുഞ്ഞിനെ യെരൂശലേം ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നു. जो 40 दिन की बात, 41 डेज की बात, जब मरिया जोसेफ के साथ बच्चों को लेके परमेश्वर के भवन में आए। അപ്പൊ അവിടെ 24-ാം വാക്യത്തിൽ വായിക്കുക, അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണ കുറുപ്രാവിനെയോ 2 പ്രാകുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു, അതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. और प्रभु की व्यवस्था के वचन के अनुसार जो पाखंडों को एक जोड़ या कबूतर के 2 बच्चे लेकर बलिदान करे। അപ്പോൾ കർത്താവിനെ അർപ്പിക്കാനായി കുഞ്ഞുമായിട്ട് പോയത്. तो परमेश्वर के सामने अर्पण करने के लिए बच्चों को लेके गया। അപ്പോൾ ഞാൻ കൂടി നടന്ന എന്റെ മാതൃസഭയിൽ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കാനായിട്ട് കൊണ്ടുവന്നു. परमेश्वर के दास रहते थे, उनके जो मातृ कलीसिया है वहां पर एक बच्चों को समर्पण करने के लिए ले आया। ആ സഭയുടെ പാസ്റ്റർ കുഞ്ഞിനെ പ്രതീക്ഷിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പേ ദൈവവചന ശുശ്രൂഷ നടത്തി. परमेश्वर के दास बच्चों को समर्पण कराने के पहले परमेश्वर के वचन से बातें करने लगा। അപ്പൊ അദ്ദേഹം പറഞ്ഞു, പുതിയ നിയമ സഭയ്ക്ക് പെന്തക്കോസ്തുകാർക്ക് കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്ക എന്ന് പറയുന്ന ഒരു വചനം ഇല്ലെന്ന് പറഞ്ഞു. उसने ऐसा कहा है कि नया नियम में पेंतकोस्त लोगों का जो बच्चों को समर्पण करना ऐसा एक वचन है नहीं करके कहा। ഞാൻ ഈ വചനം കൊണ്ട് ആ വചനത്തെ നിഷേധിച്ചു. मैंने इस वचन को लेकर उस वचन को मैं काट दिया। ഏതായാലും അദ്ദേഹത്തും പ്രസംഗിച്ചതിനെതിരായിട്ടായതുകൊണ്ട് അദ്ദേഹം എന്നെ ശരിക്ക് കൈകാര്യം ചെയ്തു, എന്നെ സഭയിൽ നിന്ന് പുകച്ച് പുറത്തേക്ക്. आमीन। उनका जो विरुद्ध में मैं बात किया, इसी कारण उसने मुझे बहुत तकलीफ देकर उस कलीसिया से मुझे निकाल दिया। അത് ഞാൻ ദൈവവചന പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രയാസങ്ങളൊന്നുമില്ല. मैं परमेश्वर के वचन ही बात किया है, इसलिए मुझे कुछ दुख नहीं हुआ। അപ്പൊ ഇവിടെ വായിച്ചത് ഈ കർത്താവിന് അർപ്പിക്കാൻ, കർത്താവല്ലയോ ഈ വന്നത്. यहाँ पर ये कहता है कि जो प्रभु को अर्पण करे, तो यहाँ पर आया हुआ जो प्रभु है। 24-ാം വാക്യം വായിക്കുന്നത് അങ്ങനെയല്ലയോ? 26वां आयत यही पढ़ता है ना। മറിയയ്ക്കും ജോസഫിനും അറിയത്തില്ലയോ ഇത് കർത്താവാണെന്ന്? या मरिया और जोसेफ को मालूम नहीं है क्या ये प्रभु है? പക്ഷെ നിയമത്തിന്റെ വ്യവസ്ഥയിൽ പോയേ ഒക്കുള്ളൂ. हमें तुम तो ये नियम की व्यवस्था के अनुसार ही जाना जरूरी है। അപ്പോൾ അതിനകത്ത് ഒരു കാര്യം കിടക്കുന്നത്, 2 വ്യക്തികൾ ഈ മശിഹായെ കണ്ടിട്ടേ മരിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക അവിടെ. तो इसमें एक 2 बात है कि 2 जन यीशु मसीह को देखने के बिना नहीं मरेंगे करके एक भविष्यवाणियां पड़ा है। അപ്പൊ 25-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 25वां आयत में ऐसा लिखा है कि ശിമോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ശിമോൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. यरूशलेम में शिमोन नामक एक मनुष्य था। ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. और वह मनुष्य धर्मी और भक्त था और इसराइल की शांति की बाट जो रहा था और पवित्र आत्मा उस पर था। കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. और पवित्र आत्मा से उसको चेतावनी हुई थी कि जब तक तू प्रभु के मसीह को देखना लगे तब तक मृत्यु के ना देखेंगे। അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്നു. वह आत्मा के सिखाने से मंदिर में आया।
യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുവന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. और जब माता पिता उस बालक यीशु को भीतर लाए कि उसके लिए व्यवस्था की रीति के अनुसार करे, तो उसने उनको अपने गोद में लिया और परमेश्वर का धन्यवाद करके कहा. അപ്പോൾ ഈ യെരൂശലേം ദേവാലയത്തിൽ നൂറുകണക്കിന് പിള്ളേരെ ഓരോ ദിവസവും പ്രതീക്ഷിക്കാൻ കൊണ്ടുവരുന്നത്. तो यरूशलेम मंदिर में बहुत सारे बच्चों को हर दिन समर्पण करने के लिए ले आता है. പക്ഷെ എല്ലാ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നെങ്കിൽ യേശുവിനെയുമായിട്ട് ദൈവാലയത്തിൽ വന്നപ്പോൾ കാത്തിരുന്ന ശിമോന് ദർശനമുണ്ടായി, ഈ വരുന്ന കുഞ്ഞിന് വേണ്ടിയാ നീ കാത്തിരിക്കുന്നത് എന്ന്. सभी बच्चों को अगर आराधनालय में ले आता है, लेकिन यीशु मसीह को ले आने के समय परमेश्वर की आत्मा उन्हें बताया है कि तुमने जो अभी तक इंतजार करके बैठा था उस बच्चा ये है. അവിടെ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. यहाँ पर लिखा है कि पवित्र आत्मा भी उनके ऊपर थे. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും തിരിച്ചറിയാൻ കഴിയും. तो पवित्र आत्मा हमारे जीवन में रहेगा तो कई सारे बातों को हम पहचान करेंगे. അപ്പൊ ഈ ഒരുപാട് കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നത് കൊണ്ട് ഇത് ഏതാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. बहुत सारे बच्चों को वहां पर ले आने के कारण ये कौन है कैसा है करके कोई भी नहीं जानते हैं. കാത്തിരുന്ന ശിമോനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഇത്രയും കാലം കാത്തിരുന്ന ആ യേശുവാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. इंतजार करके बैठा हुआ शिमोन से परमेश्वर की आत्मा कहा, तुम अभी तक इंतजार किया हुआ व्यक्ति ये है करके बताया. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത് കൊണ്ട് ഈ യേശുവിനെ ശിമോൻ കയ്യിലെടുത്തു അനുഗ്രഹിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത്. पवित्र आत्मा बोला है, इसी कारण शिमोन ने यीशु मसीह को अपने हाथ में लेके परमेश्वर को धन्यवाद किया. അതാണ് 29 വാക്യത്തിൽ പറഞ്ഞത്. और है 29 आयत में पढ़ा है, ഇപ്പോൾ നാഥാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ये स्वामी अब तो अपने दास को अपने वचन के अनुसार शांति से विदा करता है. എന്നിട്ട് പറയാണ്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാ ഈ കുഞ്ഞെന്ന് പറഞ്ഞു. उसकी बात ये कहता है कि जाति लोगों का प्रकट होने वाला प्रकाश है ये बच्चा. അടുത്തത് പറഞ്ഞു, നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമാണ് ഈ കുഞ്ഞ് എന്ന് പറഞ്ഞു. और उसके बाद कहा, तेरे जो लोग इस्राएल के लिए ये महिमा के कारण हो. അടുത്തത് 31 വാക്യത്തിൽ പറഞ്ഞു, സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടെന്ന് പറഞ്ഞു. उसकी बात कहता है, जिसे तूने सब देशों के लोगों के सामने तैयार किया है, क्योंकि मेरी आंखें ने तेरे उद्धार को देख लिया है. അപ്പോൾ ജാതികളുടെ രക്ഷയും കർത്താവായ യേശു ക്രിസ്തുവിൽ ഉണ്ട് എന്ന് ശിമോൻ വിളിച്ചു പറഞ്ഞു. तो शिमोन ये कहता है कि जाति लोगों के लिए भी उद्धार परमेश्वर की ओर से. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ജീവിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മളെല്ലാവരും ജാതികളിൽപ്പെട്ടവരാ. क्योंकि मैंने ये इसलिए कहा है कि इस प्लेटफॉर्म में आया हुआ हम सभी लोग जाति के झुंड में पाया हुआ है. ഈ ജാതികളുടെ രക്ഷയ്ക്ക് വേണ്ടിയാ യേശു ലോകത്തിൽ ജനിച്ചത് വന്നത്. ये जातियों के उद्धार के लिए यीशु मसीह इस दुनिया में आया है. അത് ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടല്ലോ എന്ന് പറഞ്ഞു. वह जो तूने तैयार करके रखा हुआ उद्धार मेरे आंखों से मैंने देखा है. അപ്പോൾ കാത്തിരിക്കുന്നത് കൊണ്ട് ഒരു ഫലം ശിമോനുണ്ടായി. जो इंतजार करके बैठा इसी कारण शिमोन के लिए फायदा ही हुआ है. ശിമോൻ ആത്മാവിൽ നിറഞ്ഞാ ഇത് പറയുന്നത്. ശിമോൻ ആത്മാവിൽ നിറഞ്ഞാ പറയുന്നത്. शिमोन ने आत्मा से भरकर ये बातें कहते हैं. ഇങ്ങനെ പറഞ്ഞതിൽ അവന്റെ അമ്മയപ്പന്മാർ ആശ്ചര്യപ്പെട്ടു. അമ്മയപ്പന്മാർ എന്ന് പറഞ്ഞാൽ യോസേഫും മറിയയും ആശ്ചര്യപ്പെട്ടു. ऐसा शिमोन कहने से उनके माँ बाप जो मरिया और जोसेफ ने चकित हुआ. അവന്റെ അമ്മയോടും മറിയയോട് അനേക ഹൃദയങ്ങളുടെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്നവർക്ക് അടയാളമായി
വെച്ചിരിക്കുന്നു എന്ന് 34-ാമത്തെ വാക്യം പറഞ്ഞു. 34वां आयत में लिखा है, तब शमौन ने उनको आशीष देकर उससे कहा, जो माता मरियम से कहा, देख वह तो इसराइल में बहुतों का गिराने और उठाने के लिए और एक ऐसा चिन्ह होने के लिए ठहराया गया है कि जिसके विरुद्ध में बातें की जाएंगी. 35-ാം വാക്യത്തിൽ നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. സ്വന്തം പ്രാണനിൽ കൂടെ ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. 35वां आयत में लिखा है कि वरन तेरा प्राण भी तलवार से बार बार चेत जाएगा, इससे बहुत हृदयों को भी विचार प्रकट होगा. ഇത് യഹോവയായ ദൈവം ദാവീദ് തെറ്റ് ചെയ്തപ്പോൾ ദാവീദിനോട് പറഞ്ഞ വാക്കാണ്. ये यहोवा परमेश्वर ने जो दावीद गलत करने के समय उनसे बोला हुआ एक शब्द था, നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു വാള് നിനക്കെതിരെ പുറപ്പെടുമെന്ന് പറഞ്ഞു. तेरे परिवार के अंदर से एक तलवार तेरे विरुद्ध में आएंगी करके कहा. ആ വാള് ദാവീദിനെ വിട്ടുവരിയാതെ നിന്നു. उस जो तलवार दावीद को ना छोड़ते हुए उनके परिवार में हमेशा रहा है. കുടുംബത്തിന്റെ സകല സ്വസ്ഥതയും താളം തെറ്റി ദാവീദിന്റെ കുടുംബത്തിന്. दाऊद का परिवार का सारे जो अवस्था हमें जो बदल गया है. തന്റെ കുടുംബത്തിൽ തന്നെയാണ് പ്രശ്നം ആരംഭിച്ചത്. अपने ही परिवार के अंदर समस्या शुरू हुआ है. അപ്പൊ ദാവീദിന്റെ സന്തതിയായിട്ടാണ് കർത്താവ് ജനിക്കുന്നത്. दाऊद जो हमें दाऊद का जो परिवार से या संतान उनके पीढ़ी से प्रभु यीशु मसीह का जन्म हुआ है. ദാവീദിന്റെ സന്തതിയായി യേശു ലോകത്തിൽ വന്നപ്പോൾ दाऊद के संतान होकर यीशु मसीह से दुनिया में आने के समय സക്കരിയാവിന്റെ പുസ്തകത്തിൽ സക്കരിയാവ് പ്രവചിച്ചു പറഞ്ഞു, വാള് എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് പറഞ്ഞു. सकरिया के किताब में हमें सकरिया ने भविष्यवाणी किया है कि हे तलवार मेरे परिवार के जो लोगों के विरुद्ध, मेरे दोस्तों के विरुद्ध तुम प्रकट हो जा करके कहा. ആ വാളിടേന്റെ നേരെ തിരിയുമ്പോൾ ആടുകൾ ചില തെറ്റി ഒഴിഞ്ഞ് ഓടിപ്പോകുമെന്ന് പറഞ്ഞു. तलवार जब चरवाहों के बीच में प्रकट होने के समय भेड़ तितर बितर हो जाएंगे करके कहा है. അത് ഗെത്സമനയിൽ കർത്താവ് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അവിടെ സംഭവിച്ചു. गत्सेमने में प्रभु यीशु मसीह प्रार्थना के लिए गया है, तभी वहां पर वो संभव पूरा हुआ है. ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയി. सभी चेले लोग उन्हें छोड़ के भाग गया. ആ ഓടിപ്പോയത് കൊണ്ട് കർത്താവ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ പ്രവചനത്തിന് നിവർത്തി അവിടെ ഉണ്ടായി. सब लोग वहां से भाग जाने के द्वारा उत्पत्ति के किताब में परमेश्वर ने बोला हुआ भविष्यवाणियां वहां पूरा हुआ है. പാപം ചെയ്തത് കൊണ്ട് ആദാമിനെയും ഹവ്വായെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. पाप करने के द्वारा आदम और हवा को उस बगीचा के वाटिका से बाहर निकाल दिया. ദൈവത്തിന്റെ ദൂതന്മാരെ ഇരുഭാഗത്തിലുള്ള വാളുമായി തോട്ടം കാപ്പാൻ അവിടെ നിർത്തി. परमेश्वर के दूत को वहां पर उस बगीचा को संभालने के लिए, वाटिका को संभालने के लिए तलवार लेके खड़ा किया है. അവിടെ പറയുന്നത് അവൻ നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നു. वहां पर ऐसा लिखा है कि वह भला बुराई के बारे में जो वृक्ष के फल है उसने खा लिया. ഇനിയും കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാതെ ഇരിക്കാൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞു. अभी वो हाथ बढ़ाकर जीवन के पेट के फल ना खाने के लिए उन्हें बगीचा से बाहर निकालने के लिए कहा. അങ്ങനെ വെളിയിലിറക്കിയിട്ടാണ് ദൂതന്മാരെ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൽ പിന്നെ മരണം ഉണ്ടാകുകയില്ല. जीवन का वृक्ष का फल खाएगा तो मृत्यु ना होंगे, इसी कारण स्वर्गदूत ने उन्हें वहां से बाहर निकाल दिया. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനം ലഭിച്ച് യേശുവിന്റെ സന്താനമായാൽ ആ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ ദൈവം നമുക്ക് അനുവാദം തരും. അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. यीशु मसीह के द्वारा उद्धार पाकर प्रभु के संतान हो जाएगा तो हम उस जीवन के वृक्ष का फल खा सकता है. ये परमेश्वर के वचन हमें पढ़ाता है. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് ഇവൻ രക്ഷിപ്പാൻ വന്നവനായതുകൊണ്ട്, രക്ഷകനായതുകൊണ്ട് ഇവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. मसीह का सुसमाचार में हमने पढ़ा है वह लोगों को उद्धार देने के लिए आया है, इसी कारण उन्हें यीशु नाम रखना. അത് യേശു ക്രിസ്തു അങ്ങനെ അവനിൽ കൂടെ മാത്രമേ ആ തോട്ടത്തിലെ ഫലം തിന്നാൻ കഴിയത്തുള്ളൂ.
क्योंकि यीशु मसीह के द्वारा ही उद्धार है, उन्हीं के द्वारा ही हम उस वृक्ष के फल खा सकता है। അപ്പോൾ രക്ഷകനെയാണ് ഇവിടെ ശിമോൻ കണ്ടത്. तो उसी बातों को यहाँ पर शिमोन ने देखा है। ശിമോൻ ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ടാണ് അനുഗ്രഹിച്ചത്. शिमोन ने वो बच्चों को अपने हाथों में उठाकर उन्हें आशीष दिया। അപ്പോൾ പറഞ്ഞു, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടെ ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. तो उसने कहा है तेरे प्राण से भी तलवार पार छेद യോസേഫിനും करेगी। മറിയയ്ക്കും പിന്നെ മക്കൾ ജനിച്ചു. യോസേഫിനും മറിയയ്ക്കും മക്കൾ ജനിച്ചു. യോസഫ് और मरिया को और भी संतान उत्पन्न हुए। മക്കൾ തന്നെ യേശുവിന് ശത്രുവായി മാറി. उसी बच्चे लोग यीशु मसीह के शत्रु बन गया। യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം വായിക്കുമ്പോൾ യേശുവിന്റെ സഹോദരന്മാരെ യാക്കോബ്, യോസെ, യൂദാ, ശിമോൻ, മറിയയുടെയും യോസഫിന്റെയും മക്കൾ തന്നെ യേശുവിനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കുക. यूहन्ना 8वां अध्याय में हम देखिएगा तो जैसा मरिया और जोसेफ के बच्चे लोग यीशु मसीह के जो भाई लोग हैं, आमेन, जो याकूब, यहूदा, ये इन लोग ही उनके विरुद्ध में खड़ा हो गया ताकि उन्हें मार डाले। അപ്പൊ യാക്കോബ് ഇവരെ മഹാപുരോഹിതന്മാരുമായിട്ട് വാക്കുകൊടുത്തിരിക്കുക, യേശുവിനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ്. तो यहाँ पर आमीन यीशु मसीह को दिखाई देगा करके परमेश्वर ने वायदा किया हुआ है। അപ്പൊ യേശുവിനോട് സഹോദരന്മാര് ചോദിച്ചു, പെരുന്നാളിന് പോകുന്നില്ലയോ എന്ന് ചോദിച്ചു. तो यीशु मसीह से उनके भाई लोगों को पूछा, क्या तुम उधर जो त्योहार होता है उसमें नहीं जाते क्या? നീ പ്രസിദ്ധരാകാനാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ എന്താ യെരൂശലേമിൽ ഈ പെരുന്നാളിന് പോകാത്തതെന്ന് ചോദിച്ചു. तू अगर प्रसिद्ध होना चाहता है तो जो यरूशलेम में त्योहार होता है वहां पर क्यों नहीं जाता है करके पूछा। യെരൂശലേമിൽ യേശു ആ സമയത്ത് പോയില്ല, പിന്നെ രഹസ്യമായി പോയി എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. उस समय यीशु मसीह यरूशलेम में नहीं गया, फिर वो चुपके उसके बाद में वहां गया है करके बाइबल बताता है। അപ്പോൾ സഹോദരന്മാര് വാൾ കടക്കുമെന്ന് പറഞ്ഞത് അമ്മയുടെ മക്കളിൽ നിന്ന് തന്നെ ആ ശത്രുത ഉണ്ടായി. तुम्हारा हृदय से प्राण से एक तलवार जाएंगे करके कहा है, उनके जो माँ के बेटे लोगों के द्वारा ही हुआ है। ശത്രുവാകുന്ന പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുതല കിട്ടാൻ ഗെത്സമനയിൽ കർത്താവ് വീണ് നിലവിളിച്ചു. शत्रुओं के बंधनों से छुटकारा पाने के लिए प्रभु यीशु मसीह गत्समने में गिरकर प्रार्थना किया। മനുഷ്യന്റെ ഉൽപ്പത്തി പറഞ്ഞു, ഏദൻ പർദീസ അവർക്ക് നഷ്ടമായി എന്ന്. मनुष्य के उत्पत्ति में कहता है कि जो एदेन परदीसा उनको नष्ट हुआ है। അപ്പോൾ ഈ പർദീസ പിടിച്ചെടുക്കാൻ ഈ വാളുമായി കർത്താവ് യുദ്ധം ചെയ്യുകയാണ്. इस परदीसा को अपने पास लाने के लिए प्रभु तलवार लेके युद्ध करता है। അങ്ങനെ പിടിച്ചപ്പോഴാണ് അവന്റെ വിയർപ്പ് രക്തത്തുള്ളി പോലെ നിലത്ത് വീണു എന്ന് വായിക്കുന്നത്. जैसा पकड़ा गया तभी वहां पर ऐसा लिखा है कि तभी उनके जो पसीना खून के समान जमीन पर गिरने लगा। ആ കർത്താവായ യേശു ക്രിസ്തു ഗെത്സമനയിൽ വെച്ച് പർദീസ പിടിച്ചു. हमें प्रभु यीशु मसीह गत्समने में रहने के समय जो परदीसा को अपनाया है। അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്ന കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. इसी कारण क्रूस पर जो मरा हुआ चोर को ये कहा है कि आज तो मेरे साथ परदीसा में रहेंगी। അപ്പൊ നഷ്ടപ്പെട്ടു പോയ പർദീസ കർത്താവ് ഗെത്സമനയിൽ തിരിച്ചു പിടിച്ചു. जो नष्ट हो गया वो जो परदीसा था, परमेश्वर यीशु मसीह ने गत्समने में वो वापस लिया है। അപ്പൊ നിന്റെ പ്രാണനിൽ കൂടെ, സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് ശിമോൻ പ്രവചിച്ചു പറഞ്ഞു. तो सीमोन ने ये भविष्यवाणी किया, वरन तेरा प्राण भी तलवार से बार बार छेद जाएगा। അത് 36-ാം വാക്യം വന്നപ്പോൾ ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകിയും ഉണ്ടായിരുന്നു. 33वां आयत में लिखा है, आशेर गोत्र में भनवेल की जो आमें बेटी है, आमें एक उसके नाम से इधर लिखा गया है। അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയായും വളരെ വയസ്സ് ചെന്നവളുമായിരുന്നു. और जो हन्ना हमें बहुसंत व्यक्ति थी, वह बहुत बुढ़ी थी और विवाह होने के बाद 7 वर्ष अपने पति के साथ रह पाई है।
അപ്പോൾ നോക്കിയേ അവരുടെ പ്രായം എന്തായിരുന്നു? तो आप देखिए उनका उम्र कितना होगा। 7 സംവത്സരം ഭർത്താവിനോടുകൂടെ ജീവിച്ചു. 7 साल अपने पति के साथ जिया। ഇപ്പോൾ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ ദൈവാലയത്തിൽ വരുമ്പോൾ 84 വയസ്സ് പ്രായമുണ്ട്. अभी 84 साल हुआ है, 84 उम्र हुआ है प्रभु यीशु मसीह को आशीर्वाद देने के लिए ये भवन, परमेश्वर के भवन में आने के समय। ഇന്നലെ എബൻസൺ പാസ്റ്റർ സാറ് അത് വിധവയുടെ കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. आमीन। ये विधवा के बारे में यहाँ पर कहा है। അപ്പോൾ ആ വിധവയുടെ ആ കുഞ്ഞിനെ അടിമകളാക്കാൻ പോകുന്നു എന്നുള്ള വിഷയമായിരുന്നു. ഈ വിധവയുടെ മക്കളെ കടക്കാര് വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. എലിശായുടെ എരിക്ക വന്ന് ചോദിച്ചു, നീ എനിക്ക് എന്ത് തരുമെന്ന് പറഞ്ഞ ആ വിഷയം അതാ. आमीन। यहाँ पर जो हम जो पहले बताया था, जो विधवा के बच्चों को पकड़ के लेके जाने के लिए जो कर्जदार आया है, तो उसने पूछा तुम मुझे क्या दे देंगे, मेरे लिए क्या करेंगे। 84 വയസ്സ് പ്രായമുള്ള ഈ സ്ത്രീയും അടുത്തു വന്നു. तो 84 उम्र का ये स्त्री भी उनके पास आया। ആ നാഴി അവളും അടുത്തു വന്ന് ദൈവത്തെ സ്തുതിച്ചു. और परमेश्वर का मंदिर में आकर परमेश्वर को धन्यवाद किया। അവള് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവളും കാത്തിരുന്നത് ഈ കുഞ്ഞിനെ കാണാനായിരുന്നു. तो परमेश्वर का महिमा इसलिए दिया, वह भी इसके लिए प्रभु यीशु मसीह को देखने के लिए इंतजार करती थी। ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നവരോട് എനിക്ക് പറയാനുള്ളത്, इस प्लेटफॉर्म में आज जुड़ा हुआ लोगों से मुझे ये बातें कहना है, എന്റെ ജീവകാലത്ത് തന്നെ എന്റെ യേശുവിനെ ഒന്ന് കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരാണെന്ന് വരികിൽ നമ്മുടെ കണ്ണ് കർത്താവിനെ കാണാനിടയാവും. मेरे जीने के समय ही यीशु मसीह को मेरी आंखों से देखना चाहता हूं करके अगर कोई चाहता है तो अपने आंखों से ही वह प्रभु को देखना पाएंगे। നമ്മുടെ കാത്തിരിപ്പിനൊരു ഫലമുണ്ടാവും. हमारा इंतजार का एक प्रतिबल होता है। നമ്മൾ വെറുതെ വിളിച്ചു പറയുന്നവരായി തീരരുത്. हम ऐसा खाली बातें करने वाला नहीं होना। ഇപ്പൊ 29 വാക്യത്തിൽ പറഞ്ഞത് അങ്ങനെയാണ്. जो 29 आयत में यही कहा है, ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. हे स्वामी अब तो अपने दास को अपने वचन के अनुसार शांति से विदा करता है। എനിക്ക് എന്റെ കർത്താവിനെ ഒന്ന് കണ്ടാ മതി, അത് മാത്രമേ ഉള്ളൂ എന്റെ പ്രതീക്ഷ. मुझे केवल यीशु मसीह को मुझे देखना है, वो है मेरा इंतजार। ഈ കുഞ്ഞിനെ എന്റെ കണ്ണ് കണ്ടു. ये बच्चों को मैं अपनी आंखों से देखा। എന്നിട്ട് അടുത്ത് പറഞ്ഞതാണ് പ്രവചന ഭാഗം. आमीन। उसके बाद उसने कहा हुआ है जो भविष्यवाणियां, 30 വാക്യത്തിൽ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാണ് ഈ കുഞ്ഞ് എന്ന് പറഞ്ഞു. आमीन। उसके आगे लिखा है कि अन्य जातियों को प्रकाश देने के लिए यह ज्योति है करके कहा। നമ്മളെല്ലാം കഷ്ടപ്പെടുന്നതോ കാത്തിരിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ പ്രസംഗിക്കുന്നതോ ഒക്കെ നമ്മുടെ ഈ മശിഹായെ ഒന്ന് കാണണമെന്നുള്ളതാണ്. आमीन। हमारा इंतजार, हमारा प्रार्थना, हमारा ये जो संदेश है, ये सब कुछ एक ही लक्ष्य है कि हमारा प्रभु यीशु मसीह को हमारे समय में अपने आंखों से देखना। ഈ പ്ലാറ്റ്ഫോമിൽ ഒരു സഹോദരി ഓലപ്പരയുടെ കീഴിലിരുന്ന് ദൈവവചനം കേൾക്കുന്നത് ഞാൻ കണ്ടു. അവര് ഇതിനകത്തൊന്ന് ഫോട്ടോ ഇത് ചെയ്തു, വീഡിയോ ഡിലീറ്റ് ചെയ്തു. വീഡിയോയിൽ നിന്ന് അവർ പുറത്തു പോയി, അതുകൊണ്ട് അത് പേര് കാണാനൊത്തില്ല. आमीन। यहाँ पर एक बहन को मैंने ऐसा देखा है कि ऐसा एक छत पर बैठ के उसने परमेश्वर के वचन सुनते हुए, अभी वो वीडियो में नहीं है इसलिए उन्हें दिखाई नहीं दे रहा। അപ്പോൾ ഞാൻ എന്റെ പഴയ കാര്യം പെട്ടെന്ന് എനിക്കൊന്ന് ഓർമ്മ വന്നു. तब मेरा पुराना समय के बारे में मुझे याद आया। ഓലപ്പരക്കകത്തും കർത്താവ് വരും, കർത്താവ് നമ്മുടെ രക്ഷകനായി വരും. हमें कौन सा भी घर होने दो, कौन सा भी अवस्था होने दो, वहां पर भी प्रभु यीशु मसीह आएगा, हमारे अवस्थाओं को बदलेगा। ഇതിനകത്ത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, ഒരു ദൈവദാസൻ താനെ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയ ഒരു വീടിനകത്താണ് ഈ ഓൺലൈനിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നത്.
हमें मैंने देखा है एक परमेश्वर का दास है, वह जो प्लास्टिक से बांधा हुआ एक घर के अंदर बैठ के प्रार्थना करते हुए, അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാലത്ത് തന്നെ ദൈവം നിങ്ങളിൽ അത്ഭുതം നടത്തുന്നത് നമ്മുടെ കണ്ണ് കണ്ടുകൊണ്ടേയിരിക്കും. अगर तुम सच्चाई से परमेश्वर का सेवकाई में आगे बढ़ना चाहता है तो हमें तुम्हारे अवस्था को प्रभु यीशु मसीह बदलेंगे, अपने आंखों से प्रभु का वो उद्धार को देखेंगे. ഇന്നൊരു നേരത്തെ ആഹാരത്തിനാണ് കൊതിക്കുന്നെങ്കിൽ മൃഷ്ടാന ഭോജനം കൊണ്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ എന്റെ യേശു ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. आज तुम एक समय का भोजन के लिए तड़प रहा है, भोजन के लिए इंतजार कर रहा है, तो हमें तुम्हें भोजन से तृप्त करके आशीषों से भरने वाला है. मैं जो भाषण देता हूँ यीशु मसीह. എനിക്ക് നിങ്ങളെ ധൈര്യപ്പെടുത്താനുള്ളത് ഞാൻ ഇങ്ങനെയുള്ള കഷ്ടതയിൽ കൂടെ സുവിശേഷം എടുത്ത് യാത്ര ചെയ്യുവാനിടയായി. आमीन. मुझे मैं इसलिए हियाव दे रहा हूँ कि ऐसा कष्ट उठाते हुए सुसमाचार करने के लिए मुझे मौका मिला है. എന്റെ മക്കൾക്ക് ഒരു ആഹാരം കൊടുക്കാൻ, പാല് കൊടുക്കാനില്ലാതെ പ്രാർത്ഥിച്ചു പച്ചവെള്ളം കൊടുത്ത നിരവധി നാളുകളുണ്ട്. मेरे बच्चों को दूध दे नहीं सका हुआ कारण पानी को लेके प्रार्थना करके दिया हुआ कई समय मेरे जीवन में है. ഒരു വീട്ടിൽ താമസിക്കാൻ ഒരു നല്ല വീടില്ലാതെ കഴിഞ്ഞ കാലങ്ങളുണ്ട്. जैसा रहने के लिए एक अच्छा घर नहीं है, ऐसा जो तकलीफ उठाया हुआ कई समय है. ഒരു വർഷം എന്റെ മക്കൾക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുത്തു കൊടുക്കത്തുള്ളൂ. ഒരു വർഷത്തിൽ ഒരു ജോഡി. हमें एक साल में बच्चों को केवल एक ही जोड़ी कपड़ा लाके देता है उस समय. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞതാണെന്ന് തോന്നുന്നു. शायद मैं इसके पहले इस प्लेटफॉर्म में बोला होगा. ഞാൻ മസ്കറ്റ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ 28 കിലോ തുണി കൊണ്ടുവന്നു ഞാന്. जब मस्कट में काम करके आने के समय, वहां से जब लौटाने के समय 28 किलो कपड़ा वहां से लेके आया. ഒടുവിൽ ഒരു ഉടുപ്പിന് ബദല് മാറാൻ എനിക്കൊരു ഉടുപ്പ് മേടിക്കാൻ കാശുമില്ല, ഉടുപ്പുമില്ല. एक समय ऐसा था कि दूसरा एक शर्ट पहनने के लिए नहीं था, लेने के लिए पैसा भी नहीं था. അപ്പൊ എന്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ ആ കല്യാണ സാരിക്കതാ ഞാൻ 2 ഉടുപ്പ് തയ്ക്കട്ടെന്ന് പറഞ്ഞു. बस अपने पत्नी से कहा, तुम्हारा शादी का जो साड़ी मुझे दे दो, मैं 2 शर्ट पहनाऊंगा. പുള്ളിക്കാരന് തന്നില്ല. उन्होंने नहीं दिया. അത് പിന്നെ എന്റെ മോടെ കാലം വന്നപ്പോ അവള് അത് ചുരിദാർ തയ്ച്ചു കളഞ്ഞത്. जब मेरे बेटी का समय आएगा तो उसने उसको चूड़ीदार बना दिया. ഞാൻ കൈയടിച്ച് സന്തോഷിച്ചിട്ട് എന്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് മാറാൻ ഒരു ഉടുപ്പില്ലാത്ത ഞാൻ ചോദിച്ചു, നീ തന്നില്ല, തേട്ട മോള് തേട്ട ചുരിദാർ തയ്ച്ചു വെച്ചേക്കുന്നെന്ന് പറഞ്ഞു. मैंने जैसा मेरे वाइफ को यही बताया, मैंने एक शर्ट बनाने के लिए तुम्हारा साड़ी पूछा, नहीं दिया, अभी देखो बेटी ने वो चूड़ीदार बना दिया. ഇന്ന് ഇഷ്ടംപോലെ ഇടാൻ തുണിയുണ്ട്, ഇഷ്ടംപോലുണ്ട്, മക്കൾക്കും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. आज हमें हमारे लिए, हमारा बच्चों के लिए पहनने के लिए इतने सारे कपड़ा है, बिल्कुल कमी नहीं. ഒരു വീടിന് വാടക കൊടുക്കാൻ നിർവാഹമില്ലാതെ ആ വീട്ടുകാരന്റെ മേസ്തിരിപ്പണി ചെയ്ത് 3 മാസത്തെ വാടക കൊടുത്തവനാ ഞാന്. हमें एक घर में भाड़े पे रहने के समय उनको भाड़ा दे नहीं सका हुआ कारण से, वो जो मिस्त्री के काम करके उन्हें वो भाड़ा दिया हुआ व्यक्ति हो. ഇന്ന് എന്റെ വീട് തോമസ് ഭാഷ വന്ന് കണ്ടിട്ടുണ്ട്. आज मेरे घर को तुम संभाषण ने आके देखा है. ഭാഷ അന്നത്തേനെക്കാളും ഒത്തിരി പുരോഗതി ഇന്ന് വന്നിട്ടുണ്ട്. हमें पास उस समय से भी आज बेहतर बना दिया है. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ഇസ്രായേൽ ആനന്ദിക്കുമെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. परमेश्वर अपने लोगों की जो अवस्था को बदलने के समय इस्राएल आनंदित होगा, ये वचन में लिखा है. അന്ന് ഞാൻ കഷ്ടപ്പെട്ടത് കൊണ്ട്, യേശുവിന്റെ ഉപദേശം തിരസ്കരിക്കാതെ ഇരുന്നത് കൊണ്ട്, നിരസിക്കാഞ്ഞത് കൊണ്ട് ഇന്ന് ജയോത്സവമായി ഞങ്ങൾ നടത്തുകയാണ്. हमें उस दिन जो कष्ट उठाया है, परमेश्वर के आज्ञा का उल्लंघन नहीं किया है, उसके अनुसार चलने के कारण आज जयोत्सव में परमेश्वर चला रहा है. യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിന്റെ ബാത്റൂമിനകത്തിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. उस समय यात्रा करने के समय ट्रेन के बाथरूम में बैठ के यात्रा किया हुआ समय है. ഇന്ന് എന്റെ മക്കള് AC ടിക്കറ്റ് ഇല്ലെങ്കിൽ എടുക്കത്തില്ല, AC-ക്കകത്താണ് ഇന്ന് യാത്ര ചെയ്യുന്നത് ഞങ്ങള്. आज मेरे बच्चे लोग AC टिकट नहीं मिला तो यात्रा नहीं करता है, क्योंकि वो AC टिकट में बैठ के यात्रा करता है. ഞാൻ പറഞ്ഞത് ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും.
मैंने इसलिए कहा है कि परमेश्वर हमारे अवस्थाओं को बदलेंगे। ഉത്തരവാദിത്തത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന വേലക്കാരാ. हमें कहा सेवकाई करने वाला प्रभु के सेवक लोग हो। നിന്റെ വീട്ടിൽ രോഗം വന്നാൽ നീ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന് आपका परिवार में अगर बीमार हुआ है, आप घुटना टेके प्रार्थना करो। നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് നിന്റെ കുഞ്ഞിന് രോഗസൗഖ്യം കൊടുക്കും. तुम प्रार्थना करेगा, तुम्हारे बच्चों को परमेश्वर बीमारी से चंगाई देंगे। നീ ഷെഡിനകത്ത് അകന്നെങ്കിൽ നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി തരും. हमें तुम ऐसा जो हालत में अभी जी रहा है, हमें तुम प्रार्थना करो, तुम्हारा अवस्था को परमेश्वर बदलेगा। ദൈവം എനിക്ക് ചെയ്ത ഉപകാരത്തെ ഇന്ന് ഞാൻ പറയുന്നെങ്കിൽ നിങ്ങളുടെ നാവെടുത്ത് പറയാൻ ദൈവം നിങ്ങളെ അനുവദിക്കും. परमेश्वर मेरे जीवन में किया हुआ बातों को मैं आज अगर आपका सामने बता रहा है, तो आपका जीवन में परमेश्वर किया हुआ कामों को भी बोलने के लिए परमेश्वर आपको अवसर देगा। ചില കാര്യങ്ങളൊന്ന് നിയന്ത്രിച്ചാൽ മതി. कुछ बातों को आप संभालेगा तो काफी है। ഭക്ഷണപ്രിയം ഒഴിവാക്കുക. ഭക്ഷണപ്രിയം ഭക്ഷണത്തോടുള്ളതായ जैसा भोजन करने का जो लालसा है उसको दूर करना। രണ്ട്, വസ്ത്രഭ്രമം മാറ്റുക. വസ്ത്രം മേടിക്കണം മേടിക്കണം മേടിക്കണമെന്ന് ആ വസ്ത്രഭ്രമം മാറ്റുക. दूसरा जो कपड़ा का बारे में जो लालस, हमें वो लाना है, ये लाना है, वो सोचना, वो लालस को छोड़ देना। ഏത് കഷ്ടതയിലും പരിസ്ഥിതിയിലും ജീവിക്കാൻ പഠിക്കണം. कौन सा भी परेशानियां संकट के अवस्था हो, उसी में भी जीने के लिए आप सीखना। ഫിലിപ്പോസിന്റെ 4 പെൺപിള്ളേരാ കെട്ടിക്കാൻ പ്രായമായി വീട്ടിൽ നിൽക്കുന്ന. फिलिपोस के 4 लड़की लोग हैं, शादी होने का उम्र हो गया, शादी नहीं होते हुए इनके घर पे है। 4 പെൺപിള്ളേരും പ്രവാചകികള്. 4 जो लड़की लोग हैं भविष्य देखते थे। ആ പ്രവാചകികളുള്ള വീട്ടിലാണ് പൗലോസും ശീലാസും ബർന്നബാസും ഇവരെല്ലാരും ആ വീട്ടിലാ ചെല്ലുന്നത്. इस भविष्यवाणी करने वाला लड़की लोग रहने वाला उसी घर में पौलोस, सीलास, बरनबास, इन लोग सब वहां पर जाके रहते हैं। ഞാൻ ആ ഭാഗം വായിക്കാൻ ഇന്നത്തെ ബെയ്ത്തോബിലെ ഭാര്യമാരാണ് തലേ കയ്യും വെച്ച് എല്ലാം കൂടെ വലിച്ചു വാരി എറിഞ്ഞ് നിങ്ങൾ അവരും കൂടെ ജീവിച്ചോ എന്ന് പറഞ്ഞ് സകലതും പെറുക്കി കളഞ്ഞിറങ്ങി പോകും. अगर आजकल का जमाने का जो वैतोम के अवस्था तो ऐसा है कि वहां के जो बहन लोग ऐसा करते हैं कि मैं तुम उनके साथ रह जाओ, मैं इनके साथ, मैं यहाँ रह नहीं सकता है करके बोल के अपने कपड़ा सब लेके भाग जाते थे। ഫിലിപ്പോസ് യാത്ര ചെയ്യുമ്പോ ആരെങ്കിലും ഒരാളെ കണ്ടാ വിളിച്ചോടിച്ചു വരും. फिलिपोस यात्रा करने के समय अगर किसी को उसने मिला है, उनको बुला के अपने घर पे ले आता है। ഫിലിപ്പോസിന്റെ കൂടെ നിന്ന് കർത്താവിനെ വേല ചെയ്യാൻ സന്മനസ്സുള്ള ഒരു ഭാര്യ ആയതുകൊണ്ടാണ് അവരുടെ വീട്ടിൽ ഇത്രയും പ്രവാചകന്മാർ വരുവാൻ ഇടയായിട്ടുള്ളത്. आमीन। फिलिपोस के साथ आमीन उनके इच्छा के अनुसार सेवकाई करने के लिए उनके पत्नी तैयार होने के कारण फिलिपोस के घर में ऐसा बहुत लोग आते जाते रहा। ഭർത്താക്കന്മാർക്ക് ദർശനമുണ്ട്, ഭാര്യയ്ക്ക് ദർശനമില്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ വേല വിജയിക്കത്തില്ല. हमें पति लोगों को दर्शन है, अगर पत्नी को दर्शन नहीं है तो पति का सेवकाई आगे बढ़ेगा नहीं। അത് ഞാൻ വേറൊരു ദിവസം പറയാം. वो बातों को मैं और एक दिन बताऊंगा। ഇപ്പോൾ ഇവിടെ വായിച്ചത് തിരുവചനം പോലെ നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. यहाँ पर अभी हम पढ़ा है कि अभी आमीन जो परमेश्वर के वचन की, आपके वचन के अनुसार मुझे विदा कर दे। ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള ദൈവത്തിന്റെ പ്രകാശമാണ് യേശു. जातियों को प्रकट होने वाला जो प्रकाश है प्रभु यीशु मसीह। നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമായവൻ അവൻ. और तेरे निज लोग इस्राएल की महिमा हो। ജാതിയുടെ മുമ്പിൽ ഒരുക്കിയ ദൈവത്തിന്റെ രക്ഷയാണ് യേശു. जातियों के सामने जो प्रकट किया हुआ परमेश्वर का उद्धार है प्रभु यीशु मसीह। അത് മത്തായിയുടെ സുവിശേഷം 21-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിച്ചത്. हमें मत्ती के सुसमाचार में हमने ये वचन को ऐसा ही पढ़ा है। ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. लोगों को अपने पाप से उद्धार देना है, इसलिए उन्हें यीशु नाम रखना। എന്റെയും എന്റെ ശബ്ദം കേൾക്കുന്നവരുടെയും രക്ഷകനാണ് നമ്മുടെ കർത്താവായ യേശു. मेरे और मेरे सुनने वालों सभी लोगों के उद्धार करने वाला है मेरा यीशु। മറ്റൊരു പേര് കൊടുത്തതാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന്.
उनको दिया हुआ एक नाम है इमानुएल, उसका अर्थ ये है कि परमेश्वर हमारे साथ है। ഇന്ന് രാവിലെ സമയം ഈ മാനുവലിനെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കാം. हमें आज सुबह ये इमानुएल को हमारे साथ ले जाएंगे। എനിക്ക് ഈ സമയം അനുവദിച്ചത് ദേവദാസന്മാർക്ക് നന്ദി പറയുന്നു. मुझे अवसर दिया हुआ परमेश्वर के दास लोगों को मैं धन्यवाद देता हूँ। കർത്താവിന് സ്തോത്രം. നമ്മുടെ രാജു പി നായർ ഭാഷ പറഞ്ഞിട്ടുണ്ട്, മാസത്തിൽ 2 പ്രസംഗം എനിക്ക് തരാമെന്ന്. हमें प्रभु की स्तुति हो। राजू पीनार पास ने कहा है महीना में 2 बार मैं भाषण देना है। ആ ദേവദാസന് നന്ദി പറയുന്നു. परमेश्वर के दास को भी धन्यवाद देता हूँ। തോമസം ഭാഷയൊക്കെ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തെ നന്ദി പറയുന്നു. और सभी लोगों को प्रभु यीशु मसीह के नाम से धन्यवाद देता हूँ। ജോയി ഭാഷയ്ക്ക് നന്ദി പറയുന്നു. ഭാഷയെ നെറ്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്റെ കൂടെ ഉഷാറായി നിന്നില്ലെന്നുള്ളൊരു വിഷമമുണ്ട്. എനിക്ക് തോന്നി അത് നെറ്റിന്റെ പ്രശ്നമാണെന്ന്. ആകട്ടെ,